കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ ബുൾഡോസർ രാജിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ഡിവൈഎഫ്ഐ. ദളിതരോടും ന്യൂനപക്ഷങ്ങളോടുമുള്ള കോൺഗ്രസ് സമീപനം ഇതാണോ എന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പി ചോദിച്ചു. വിഷയത്തിൽ കർണാടക സർക്കാരിനെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ന്യായീകരിച്ചു. ബംഗളൂരു കൊഗിലു ലേ ഔട്ടിലെ കുടിയൊഴിപ്പിക്കൽ നടന്ന സ്ഥലം ഡിവൈഎഫ്ഐ പ്രതിനിധി സംഘം ഇന്നലെ സന്ദർശിച്ചിരുന്നു. സന്ദർശനത്തിൽ കണ്ട ദൃശ്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ എ റഹീം എം പി പ്രദർശിപ്പിച്ചു. 200ഓളം വീടുകളും 1000ഓളം ഇരകളുമാണ് സംഭവത്തിലുള്ളത്. എങ്ങനെയാണ് യോഗിയുടെ പ്രതിരൂപമാകാൻ സിദ്ധരാമയ്ക്ക് കഴിയുന്നതെന്നും ബംഗളൂരുവിലെ കുത്തകകൾ കയ്യേറിയ സ്ഥലത്ത് സിദ്ധരാമയ്യ ബുൾഡോസർ അയക്കുമോയെന്നും ഡിവൈഎഫ്ഐ ചോദിച്ചു. ബിജെപി സർക്കാരുകൾ എങ്ങനെയാണോ ബുൾഡോസർ കയറ്റിയിരിക്കുന്നത്, അതേ ബുൾഡോസറുകൾ അവർ അയക്കുന്ന ഏതെല്ലാം വിഭാഗങ്ങൾക്കെതിരെയാണോ അതേ ആളുകൾക്കെതിരെ എങ്ങനെയാണ് കോൺഗ്രസ് നയിക്കാൻ കഴിയുക? മുഴുവൻ പേരുടെ കയ്യിലും ലാൻഡ് ഡോക്യുമെന്റ് ഉണ്ട്. അത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ അല്ല. നമ്പർ 1. UP മോഡലല്ല കർണാടകയിൽ നടന്നതെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. UP അവരെ ബുൾഡോസർ വന്ന് ഇടിച്ചിട്ടിട്ട് അങ്ങ് തെരുവിലേക്ക് ഇറക്കി പോയി തെണ്ടിക്കോളാൻ പറയാണ്. കർണാടകയിൽ അതല്ല. അവർക്ക് പുനരധിവാസം ഉറപ്പ് വരുത്താം എന്നുള്ളത് അവിടുത്തെ ഗവൺമെൻറ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കർണാടകയിലെ ബുൾഡോസർ രാജ് കേരളത്തിലെ മാധ്യമങ്ങളടക്കം അവഗണിച്ചെന്നാണ് ഡിവൈഎഫ്ഐ ആക്ഷേപം. ബുൾഡോസർ രാജ് വിഷയം കേരളത്തിലെ കോൺഗ്രസിനെതിരെ സജീവ പ്രചാരണമാക്കാനാണ് CPIMന്റെയും ഡിവൈഎഫ്ഐയുടെയും തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.